വെള്ളച്ചാട്ടത്തിലോട്ട് ഇറങ്ങുന്നത്. ഇതിനു മുമ്പ് വെള്ളച്ചാട്ടം കാണാൻ പോയിട്ടുണ്ട്, കണ്ട് ആസ്വദിക്കുക എന്നതിനപ്പുറം അതിലോട്ട് ഇറങ്ങുക, കുത്തനെ പാറയിൽ വീഴുന്ന വെള്ളം നേരെ നമ്മുടെ നെറുകിലേക്ക് വീഴുക, അങ്ങനെ ഒരു അനുഭവം ഒന്നും ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ അനുഭവമായിരുന്നത്. ഇത് ആനയിടിക്കുത്ത് വെള്ളച്ചാട്ടമാണ്. ആനച്ചാടിക്കുത്ത് വെള്ളച്ചാട്ടം എന്നത് അറിയപ്പെടുന്നുണ്ട്. ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ നിന്നൊരു 20 കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. തൊട്ടടുത്ത് തന്നെ തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടവും ഉണ്ട്. ഗൂഗിൾ മാപ്പിലൊക്കെ ഇത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാപ്പ് നോക്കിയിട്ടുള്ള യാത്രയായിരുന്നു. കരിമണ്ണൂർ, വണ്ണപുരം തുടങ്ങിയ പഞ്ചായത്തുകളുടെ അതിർത്തിയിലായിട്ടാണ് ഈ തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം ഉള്ളത്. അപ്പോൾ ഞങ്ങൾ നേരെ എത്തിച്ചേർന്നത് കുറേ പാറക്കെട്ടുകൾക്കിടയിലേക്കാണ്, അതായത് മലമുകളിലോട്ടായിരുന്നു. അവിടുന്ന് ഒരിടവഴി താഴോട്ടുണ്ട്. അങ്ങനെ താഴേക്ക് എത്തി നമുക്കവിടെ ബാഗും ഒക്കെ സുരക്ഷിതമായി വെക്കാനും അതുപോലെ തന്നെ ഡ്രസ്സ് മാറാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം എത്തിച്ചേർന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്, മലമുകളിലോട്ടായിട്ടാണ് ആദ്യം എത്തിച്ചേർന്നത്. ഇവിടെ നിന്നാണ് വെള്ളച്ചാട്ടം താഴേക്ക് പതിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് തന്നെ, വെള്ളം ഒഴുകുന്ന ഭാഗത്ത് തന്നെ ഒരുപാട് സഞ്ചാരികൾ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അവിടെ കുളിക്കുന്നുണ്ടായിരുന്നു, ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു. ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് നമ്മൾ മുകളിലുള്ള കുറേ സ്ഥലങ്ങൾ തന്നെയാണ് കാണിച്ചത്. നല്ല ഭംഗിയുള്ള കുറേ ഇടങ്ങളുണ്ട്, നിങ്ങളിത് വീഡിയോയിൽ കണ്ട് കാണും. ഇതിപ്പോൾ താഴോട്ടുള്ള സ്റ്റെപ്പാണ്. നമ്മൾ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നേരെ വെള്ളച്ചാട്ടത്തിൻ്റെ അരികിലോട്ട് എത്തിച്ചേരും. മഴക്കാലം ആയതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടം അത്രയും മനോഹരമായിട്ടാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ഈ വെള്ളച്ചാട്ടത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് ഇടുക്കി ജില്ലയിലെ ഏറ്റവും സുരക്ഷിതമായ വെള്ളച്ചാട്ടമാണ്. അതുകൊണ്ട് കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമായ മനുഷ്യർ വരെ ഇതിൻ്റെ ഭാഗമായിരുന്നു. ഓരോ സ്ഥലത്തിനും ഓരോ കഥ പറയാനുണ്ടാവുന്നല്ലേ. ആനയിടിക്കുത്ത് വെള്ളച്ചാട്ടം, ആനയിടിക്കുത്ത്, നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ ആനയായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതിൻ്റെ കഥ എങ്ങനെയാണ്? വർഷങ്ങൾക്ക് മുമ്പ് ഉൾക്കാടുകളിൽ നിന്ന് കുറച്ച് ആനക്കൂട്ടങ്ങൾ വേനൽക്കാലത്ത് വെള്ളം കുടിക്കാൻ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ കാണുന്ന ആ പാറയുടെ അടുത്ത് എത്തിയെന്ന്. അങ്ങനെ ആ രണ്ട് ആനകൾ തമ്മിൽ ഏറ്റുമുട്ടലിൽ നിന്നാണ് ഇതിന് ആനയിടിക്കുത്ത് എന്ന പേര് വന്നത്. അതിലൊന്ന് വെള്ളച്ചാട്ടത്തിൽ വീണു, അത് ചത്തുപോയെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇതിൽ എത്രമാത്രം സത്യമുണ്ടെന്നറിയില്ല, പക്ഷേ ഈ പേരിന് പുറകിലുള്ളൊരു കഥ ഇതാണ്. അങ്ങനെ ഒരു ദിവസം ഞങ്ങളിവിടെ ചിലവഴിച്ചു. മറ്റു പല സ്ഥലങ്ങളിലും മൂവാറ്റുപുഴയിലും തൊടുപുഴയിലായിട്ട് കുറച്ചധികം സ്ഥലങ്ങളൊക്കെ കാണാം എന്നൊക്കെ കരുതി ഇറങ്ങി തിരിച്ചതാണ്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് ഇറങ്ങാൻ തോന്നില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഒരു ദിവസം മുഴുവനും ഫാമിലിക്കൊപ്പം ഫ്രണ്ട്സിനൊക്കെ ഒപ്പം വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അത്രയും സുരക്ഷിതമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണിത്.